ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ ഇപ്പോഴുള്ള ആ ഒരു എനർജി എങ്ങനെയാണ്, അവരുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലാണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടിപ്പോൾ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജിയാണ് നോക്കാനായിട്ട് പോകുന്നത്. Champion of Wands, Seven of Swords, Six of Cups, Devil, Four of Wands, Tower, Two of Wands, Ten of Swords, Five of Pentacles, Apprentice of Cups, Five of Swords, Ten of Wands, Temperance, Two of Cups, Four of Cups. അപ്പോൾ നമ്മൾ ഇവരുടെ സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഓവറോളായിട്ട് ആദ്യമേ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ ഒരു പേഴ്സൺ ആയിക്കോട്ടെ തേർഡ് പാർട്ടി ആയിക്കോട്ടെ, രണ്ടും ചില്ലറക്കാരല്ല എന്നുള്ളതാണ്. രണ്ടുപേരും കുറച്ചൊരു ക്രൂക്കഡായിട്ടുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കണം. കാരണം ഇവിടെ പ്രത്യേകിച്ച് തേർഡ് പാർട്ടിയുടെ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ മറ്റുള്ളവരെ കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോ ഓഫ് ആയിട്ടൊക്കെ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു കപ്പിൾ എനർജി പോലെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എക്സോ അല്ലെങ്കിൽ മറ്റൊരു റിലേഷനോ ആവണമെന്നില്ല. ചിലർക്ക് ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളായിരിക്കാം. ചിലപ്പോൾ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും തേർഡ് പാർട്ടി ആയിട്ട് നിലകൊള്ളാറുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു കപ്പിൾ എനർജി അല്ലെങ്കിൽ ആ ഒരു തരത്തിലാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഉള്ളതിനേക്കാൾ ഒന്നും കൂടി പൊലിപ്പിച്ച് കാണിക്കുക എന്ന് നമ്മൾ പറയില്ല, എന്ന് പറയുന്ന പോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡീപ്പ് ബോണ്ടിങ് ഏത് ബന്ധമാണെന്നുണ്ടെങ്കിലും അതിനകത്ത് വേണ്ടുന്നൊരു കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഡീപ്പ് ബോണ്ടിങ് ഉണ്ടെങ്കിൽ ആണ് അതൊരു നല്ലൊരു റിലേഷൻഷിപ്പാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളൊരു കാര്യം നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് കാണാനേ ഇല്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ, നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ പുറമേ നിന്ന് നിൽക്കുന്നവർക്ക് തോന്നുന്ന രീതിയിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു ജെനുവിനിറ്റി സൂക്ഷിക്കാത്ത ഒരു റിലേഷൻഷിപ്പാണത്. ആ ഒരു ജെനുവിനിറ്റി എന്ന് പറഞ്ഞൊരു സംഗതി ഈ സ്പ്രെഡിനകത്ത് നമുക്ക് വളരെയധികം മിസ്സിംഗ് ആണെന്നുള്ളതാണ്. മാത്രമല്ല ഇവരുടെ റിലേഷൻഷിപ്പിനകത്ത് ചിലപ്പോൾ പല കാര്യങ്ങളും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നടന്നിട്ടുണ്ടാവാം. മാത്രമല്ല നമ്മൾ പറഞ്ഞതുപോലെ കുറച്ചൊരു ഓവർ ആക്ടിങ് ആ ഒരു രീതിയിലൊക്കെ കാണിച്ചിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പല തീരുമാനങ്ങളും ചിലപ്പോൾ വളരെ ആലോചിക്കാതെ എടുത്ത് ചാടിയിട്ടുണ്ടാവാം. ഇപ്പം നിങ്ങളുടെ വ്യക്തിയൊക്കെ തന്നെ ആണെന്നുണ്ടെങ്കിലും സഡൻ ആയിട്ടൊക്കെ ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും, വലിയ ആലോചനയ്ക്കൊന്നും പോവാതെ. അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഒരു ഹൈഡിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. രണ്ടുപേരും പരസ്പരം സുതാര്യമായിട്ടല്ല കാര്യങ്ങൾ പോകുന്നത്. ചില കേസിൽ നമ്മൾ ഒരാൾ കുറച്ചൊന്ന് ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു സംഗതി കാണാറുണ്ട് പല റീഡിങ്ങിനകത്തും. പക്ഷെ ഇവിടെ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഒരു ട്രാൻസ്പെറൻസി ഇല്ല. ഒരുപാട് കള്ളങ്ങൾ പരസ്പരം പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ടാവാം.
അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ വളരെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തേർഡ് പാർട്ടി എനർജിയും കൂടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏത് റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും ആ ഒരു ഹോണസ്റ്റി ഇല്ല, അല്ലെങ്കിൽ വേറെ പല ഇൻറ്റൻഷൻ ഇതിൻ്റെ പുറകിലുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ലൊരു റിലേഷൻഷിപ്പാണെന്ന് പറയാനേ പറ്റില്ല. എന്തോ കാര്യസാധ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ബന്ധം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനായിരിക്കും. ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് പാറ്റേൺ, അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ പാർട്ട്ണർ, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന വ്യക്തി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പല ക്രൂക്കഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ അതൊരു കപ്പിൾ ടൈപ്പ് റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫിസിക്കൽ അട്രാക്ഷനെ കൊണ്ടുവരിക, അല്ലാന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തരം നമ്മൾ കാണാറുണ്ട്. ചിലതിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് റിലേഷൻഷിപ്പ് നിലനിർത്താൻ നോക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല അജണ്ട അതിൻ്റെ പിന്നിലുണ്ടാവും. പക്ഷേ ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ഒരു ബോണ്ട് വരുമ്പോഴാണ്, അല്ലെങ്കിൽ പരസ്പരമായിട്ട് വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹം ജെനുവിനിറ്റി ഒക്കെ നിൽക്കുമ്പോഴാണ് അതൊരു നല്ല റിലേഷൻഷിപ്പായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുക. ചിലപ്പോൾ പുറമെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ ആ ഒരു ബോണ്ടിങ് വേണം. അത് ഇവിടെ നമുക്ക് മിസ്സിങ് ആയിട്ട് തന്നെ കാണാം. ഇപ്പൊ ഇതിനകത്തുള്ള നമ്മൾ ഈ ഒരു എനർജീസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതിലും അത് റിഫ്ലക്ട് ചെയ്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു 7 ഓഫ് സോഡ്, 5 ഓഫ് സോഡ്, ഈ ഒരു ഇത് നോക്കി തന്നെ കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ആ ഒരു കുറുക്കൻ്റെ ഇമേജാണ്. ഇതാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാമ്പാണ്. അപ്പോൾ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിലുള്ള ആ ഒരു എനർജി, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പരസ്പരമുള്ള ആ ഒരു ഇതിനകത്ത് പോലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലെ ഒരു ഉം, കുരുട്ട് ബുദ്ധിയും, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയും, ഇതൊക്കെ തന്നെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മളുടെ ക്യാമറ ഒന്ന് ഓഫായി പോയിരുന്നു. ചിലപ്പോൾ ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പറഞ്ഞാൽ ചിലപ്പോൾ റിപ്പീറ്റായിട്ട് കയറി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കണക്ഷനകത്ത് ആ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യം കയറി നിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ അജണ്ട എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അത്രയും ജെനുവിൻ അല്ല എന്നുള്ളൊരു കാര്യമൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അവർക്കും അത് മനസ്സിലാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവണം. കാരണം നമ്മൾ പറഞ്ഞു അവരും കുറച്ചൊരു അങ്ങനെ വളരെ പൊട്ടന്മാരായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല. അവർക്കും കുറച്ചൊരു ക്രൂക്കഡായിട്ടുള്ള മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് വിട്ടു പോരാൻ കഴിയാത്തൊരവസ്ഥയൊക്കെ ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പം നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ഇവർക്കറിയാലോ ഈ ഒരു പേഴ്സൺ അത്ര ശരിയല്ലെന്ന്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ അറിയാം, അവരത്ര ജെനുവിൻ അല്ലെന്നറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു കണക്ഷനുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത്? അവർക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? എന്നൊക്കെ പലരും പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അതിനകത്ത് ഒരു ടോക്സിസിറ്റി, അല്ലെങ്കിൽ ആ പെട്ടു പോകുന്ന ഒരു ആഹ്, രീതിയിൽ ഈ ഒരു കണക്ഷൻ പോയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. മാത്രമല്ല നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മറ്റുള്ളവരെ കാണിക്കാനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഒന്ന് ഒന്ന് അകന്ന് നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും റീകൺസിലേഷനോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവരുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ടോക്സിസിറ്റി, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യത്തിന് ഒരു വളരെ ഒരു ബോണ്ടിങ് പോലെ നിന്നിരുന്ന ഒരു കാര്യത്തിന് ഒരു തകർച്ച സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ അവരുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു എന്താ ഇതിനകത്ത് പറയുക, നമ്മളിങ്ങനെ അട്ട പിടിച്ചിരിക്കുന്ന പോലെ പിടിക്കുക എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ പോരുന്ന അത്രയും ഇതായിട്ട് പോരുന്ന ഒരു കാര്യത്തിന് ഒരു വലിയൊരു തകർച്ച അവിടെ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതായത് ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് പോകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് തന്നെ അതിനകത്ത് ചുറ്റപ്പെട്ട് കിടക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഒരു തരം ചില ഇതിനകത്ത് നമ്മൾ വശീകരണം എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന പോലെ തന്നെ ഇരിക്കുന്നൊരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനൊരു തകർച്ച സംഭവിച്ചതായിട്ട് നമുക്ക് കാണാം. പഴയതിൽ നിന്നും ഒരു മാറ്റം തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്ത് പോകേണ്ടുന്ന ഒരു സിറ്റുവേഷനൊക്കെ അവരുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുമായിട്ടുള്ള എനർജി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ല. നിങ്ങൾ തമ്മിലിപ്പോൾ അകൽച്ചയാണോ അടുപ്പത്തിലാണോ എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അവർ നിങ്ങളോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവാം. അതായത് ഈ ഒരു പേഴ്സണുമായിട്ട് കംപ്ലീറ്റ്ലി വിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, ഒരു എന്താ പറയുന്നത്, അവരുടെ ഒരു കണക്ഷൻ ഇപ്പം ഇല്ല എന്നുള്ളൊരു തോന്നല്, അല്ലെങ്കിൽ നേരത്തെ തേർഡ് പാർട്ടിയെക്കുറിച്ച് പറയുമ്പോൾ അത്ര അധികം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അത് ചെവിക്കൊള്ളണമെന്നില്ല. അത് നിങ്ങൾ പറയുന്നത് അംഗീകരിച്ച് തരണമെന്നില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അവർക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാകണം. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അങ്ങനെയുള്ള ഒരു അകൽച്ച, അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ ഫേസ് തീർച്ചയായിട്ടും ഉണ്ടായി എന്നുള്ളത് ഒരു കാര്യം നമുക്കിവിടെ കാണാം. അതായത് ആ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് കൊണ്ടാണെന്നുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള ആ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്ന ആ ഒരു അറ്റാച്ച്മെൻറ്റ് തീർച്ചയായിട്ടും കട്ട് ഓഫ് ആയി പോയിട്ടുണ്ട്. ഇതിനകത്ത് തീർച്ചയായിട്ടും തേർഡ് പാർട്ടിക്ക് എന്തൊക്കെയോ ഹിഡൻ ആയിട്ടുള്ള അജണ്ടാസ് ഉണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കണക്ഷൻ ബ്രേക്കായി കഴിഞ്ഞിട്ടും വീണ്ടും അത് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സാമ്പത്തിക ലാഭമോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഷോ ഓഫായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനുള്ള ഒരു വ്യഗ്രതയോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. അങ്ങനെയുള്ളൊരു രീതിക്ക് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ തേർഡ് പാർട്ടി തീർച്ചയായിട്ടും നടത്തുന്ന ആ ഒരു എനർജി നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ വളരെയധികം ഇമോഷണലി അപ്സെറ്റ് ആണെന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ആ ഒരു സ്നേഹം കാണിച്ചു വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. കാര്യം നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ വ്യക്തിക്ക് കുറേയൊക്കെ കാര്യങ്ങൾ റിയലൈസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ടോക്സിസിറ്റിയിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത്. എങ്കിലും വീണ്ടും പിന്നാലെ വരുന്ന ആ ഒരു അവസ്ഥ, ഒരു എൻഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് കൊതിക്കുന്ന ആ ഒരവസ്ഥ നമുക്കിവിടെ നല്ലതുപോലെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരു റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു എൻഡിങ് ഉണ്ടായാലും ആ ഒരു ബിഗിനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് അവരോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം കൊണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അത് വിട്ടു പിരിയാൻ പറ്റാത്ത തരത്തിലുള്ള ആത്മബന്ധം കൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ഒരു സ്നേഹം കൊണ്ടോ, അല്ലെങ്കിൽ അതല്ല ഒരു മോട്ടീവായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതല്ല ഇതിൻ്റെ ഒരു സുപ്രീം ലെവലിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മറ്റെന്തൊക്കെയോ ഇവർക്ക് നേടാനുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി എന്തൊക്കെ തകർച്ച ഉണ്ടായി കഴിഞ്ഞാലും ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു അപ്രൻറ്റീസ് ഓഫ് കപ്സ് എനർജിയാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. പക്ഷേ അതിനോടൊപ്പം പെയർ ചെയ്ത് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് 5 ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പോൾ തന്നെ അതിനകത്തുള്ള ആ ഒരു മാനിപ്പുലേറ്റിംഗ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാലും, സ്നേഹം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇമോഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു സങ്കടമായിക്കോട്ടെ, ഒരു ദുഃഖഭാവം ആയിക്കോട്ടെ, ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞാലും അതിൻ്റെ പിന്നിലുള്ളത് അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ലക്ഷ്യമല്ല. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാനിപ്പുലേറ്റീവായിട്ട് കാര്യങ്ങൾ മാറ്റിയെടുക്കുന്ന ആ ഒരു എനർജിയാണ് അവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിനകത്ത് യഥാർത്ഥ ഫീലിങ്സോ, അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ഇൻറ്റൻഷനോ മറച്ചു വെച്ചിട്ട് വേറെ വല്ലതും കാണിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ വ്യക്തിക്ക് ഏറെക്കുറെ ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ചൊരു ധാരണയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കണക്ഷനിൽ ഉണ്ടായിരുന്ന അന്ധമായിട്ടുള്ള ഒരു ടോക്സിസിറ്റി, അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടു പോരാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു എനർജി ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് പോരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരാളുടെ ഒരു നിരന്തരമായിട്ടുള്ളൊരു കോൺടാക്ട് ചെയ്യാനുള്ളൊരു ശ്രമമോ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇമോഷണലിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൊക്കെ പുറകെ നടന്ന് ആ ഒരു കണക്ഷൻ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടു നടക്കാനുള്ള ശ്രമം എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും വീണ്ടും അവരതിനകത്തേക്ക് തിരിച്ച് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഈ എനർജീസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഇത് ഒരു വലിയൊരു ബേർഡനായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഇവരുടെ ഒരു എനർജി ചിലപ്പോൾ താങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാം. എത്ര ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതൊരു ഭാരമായിട്ട് പുറകെ വരുന്നതെന്ന് തോന്നുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ എങ്കിലും ഇത് കാര്യങ്ങളൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമവും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നൊരു സംഗതിയാണ്. അപ്പോൾ സെപ്പറേഷൻ ഫേസിലാണ് അവരെങ്കിൽ പോലും വീണ്ടും ഒന്ന് എല്ലാം മേക്കപ്പ് ചെയ്യാനുള്ള ആ ഒരു ശ്രമമാണ് നമുക്കിതിൻ്റെയൊക്കെ പിന്നിൽ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ പുറമെ ഇത്തരത്തിൽ വളരെ ആ ഒരു സ്നേഹം ഓഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് വെച്ചിട്ടുള്ള കളിയായിരിക്കും ചിലപ്പോൾ കൂടുതലായിട്ട് നടക്കുക. എങ്കിലും ഇതിനകത്ത് ഒട്ടും താല്പര്യമില്ല. നമുക്ക് ഈ കപ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒട്ടും താല്പര്യമില്ല. ഒരു ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡം എനർജിയാണ്. എങ്കിലും പിന്നാലെ നടക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ, അല്ലെങ്കിൽ ആ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഇതിനകത്ത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇൻറ്റിമസിയോ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കണക്ഷൻ അല്ല. എങ്കിലും അതിൽ നിന്ന് പോരാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കുടുക്കിൽപ്പെട്ടിരുന്ന ഒരു പേഴ്സണാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അവർക്ക് ചില കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ പോലും, പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ അവർക്ക് പുറത്തിറങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് തീർച്ചയായിട്ടും ഈ പേഴ്സണ് സാധിച്ചിട്ടുണ്ട്. അവർ തമ്മിൽ ഇപ്പോൾ അത്ര അധികം ടേംസിലായിരിക്കുന്ന ഒരു സമയമായിരിക്കണം എന്നില്ല. ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈലൻ്റ് ആയിട്ട് പോകുന്ന ഒരവസ്ഥയായിരിക്കാം. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ നിരന്തരമായിട്ടുള്ളൊരു ശ്രമമുണ്ട് കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടെത്തിക്കാൻ. ഇപ്പോൾ തേർഡ് പാർട്ടിക്കും അറിയാമായിരിക്കാം നിങ്ങളുടെ വ്യക്തിക്ക് വലിയൊരു താല്പര്യമൊന്നും അവരോടില്ല, അല്ലെങ്കിൽ അത്ര ആത്മാർത്ഥമായ സ്നേഹം ഇല്ല എന്നുള്ളത്. പക്ഷേ എന്നാലും അവർക്ക് ചിലപ്പോൾ അത് പ്രശ്നം ഉണ്ടാവില്ല. കാരണം വേറെ പല അജണ്ടയുള്ള ഒരു വ്യക്തിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഇവരുടെ ആത്മാർത്ഥ സ്നേഹം തിരിച്ചു കിട്ടണമെന്ന് അവർക്ക് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയരുതെന്നേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ആ ഒരു തരത്തിൽ പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു എനർജി ഇപ്പോൾ എങ്ങനെയാണ്, അവരുടെ മനസ്സിൽ ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടോ, എന്താണ് അവസ്ഥ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തേർഡ് പാർട്ടി എനർജി എടുത്തപ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമാണെന്താണെങ്കിലും അതൊരു
കപ്പിളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പൊക്കെയാണ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആയിട്ട് അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ വളരെ കാര്യമായിട്ട് ആലോചിച്ച് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പോയിട്ടുള്ള റിലേഷൻഷിപ്പൊന്നും ആയിരിക്കണം എന്നില്ല. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഒരു എടുത്തുചാട്ടമോ അല്ലെങ്കിൽ വളരെ ഒരു അട്രാക്ഷൻ തോന്നി ആ ഒരു വഴിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഡീവിയേറ്റ് ചെയ്ത് പോയതോ ആയിരിക്കാം. വലിയൊരു നമ്മൾ ചങ്കിൽ കൊണ്ട് നടക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അത്രയും കാര്യമായിട്ട് നിങ്ങളുടെ പേഴ്സൺ കണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല അതെന്താണെന്നുണ്ടെങ്കിൽ. അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. Firm foundation, memories of love, deception and envy, sacral chakra, base chakra, mental conflict and positive movement forward. ഒരു പക്ഷേ കറൻ്റ്ലി നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണമെന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം. എന്തെങ്കിലും ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി എഫക്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും ബാധിച്ചിട്ടുണ്ടാവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പേഴ്സണിൽ നമുക്ക് കാണാം ആ ഒരു മെമ്മറീസ് ഓഫ് ലവ് എനർജിയാണ്. അതായത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ ഈ ഒരു പേഴ്സൺ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അല്ലെങ്കിൽ കൂടുതലായിട്ടും ആ ഒരു ഓർമ്മകൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു മിസ്സിങ് ഫീലിംഗ് നമുക്കിവിടെ നല്ലതുപോലെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഈ ഒരു വ്യക്തി നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ആ ഒരു ഫോം ഫൗണ്ടേഷനാണ്. നല്ലൊരു ഉറച്ച അല്ലെങ്കിൽ ദൃഢമായിട്ടുള്ളൊരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു രീതിയിൽ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും കാണാം. മാത്രമല്ല ഇവിടെ നമ്മൾ ഈ ഒരു ബേസ് ചക്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ആ ഒരു സ്റ്റെബിലിറ്റി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റേബിളായിട്ട് പോകാനുള്ള ആ ഒരു ആഗ്രഹം, അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനോടുള്ള ഒരു ഡിസയറൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫിസിക്കലി അല്ലെങ്കിൽ ഇമോഷണലിയൊക്കെ നിങ്ങളോട് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഈ ഒരു വ്യക്തി. ഇപ്പോൾ കറൻ്റ്ലി സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും വളരെയധികം ഒരു ആത്മബന്ധം നിങ്ങളോട് തോന്നുന്നുണ്ട്. നമ്മൾ നേരത്തെ അവരുടെ ഒരു സ്പ്രെഡ് എടുത്തപ്പോൾ പറഞ്ഞു അതിനകത്ത് അങ്ങനെ ഒരു ഫാക്ടർ ഇല്ല എന്നുള്ളത്. പക്ഷേ നിങ്ങളോടുള്ള കണക്ഷൻ നോക്കുമ്പോൾ അങ്ങനെയുള്ളൊരു ഫാക്ടർ ഇതിനകത്തുണ്ട്. അതാണ് പ്രധാന വ്യത്യാസം. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇവിടെ നിങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ളൊരു ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സണാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്കും അറിയാമായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്, കള്ളം പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ആശയക്കുഴപ്പം ഈ ഒരു പേഴ്സണ് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ ഓവറോളായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് എനർജിയാണ്. അതായത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ജേണിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ യാത്രയിൽ, ജീവിതത്തിലുള്ള ആ ഒരു യാത്രയിൽ നിങ്ങൾ കൂടെ വേണം എന്നുള്ളത് തന്നെയാണ്. കുറച്ചൊരു ആശങ്കയുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണുള്ളത്. ഓവറോളായിട്ട് ആ ഒരു എനർജി നമുക്ക് വളരെ ഹൈലൈറ്റ് ആയിട്ട് കാണാം. അവർക്ക് ഒരിക്കലും ഒരു ഫ്ലോട്ടിങ് അല്ലെങ്കിൽ ഒരു തമാശ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത്. ഇതിനകത്ത് ആ ഒരു കോർ സംഗതി തീർച്ചയായിട്ടും ഉള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അവർക്ക് വേണ്ടതും ഈ ഒരു ഫേം ഫൗണ്ടേഷനാണ്. അത്രയും ആ ഒരു ദൃഢതയോടുകൂടി ഈ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയും കൂടിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ കോൺടാക്റ്റ് വന്നിട്ടുണ്ടാവും ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന്. അത്രയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യമൊന്നും ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. എന്നാലും ഒരു കോൺടാക്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടാവാം. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. കാരണം ഇവരുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കാര്യമായിട്ട് നിങ്ങളോടൊരു അട്രാക്ഷൻ, അറ്റാച്ച്മെൻറ്റ്, ആ ഒരു ദൃഢത ഒക്കെ തോന്നുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഓവറോളായിട്ടുള്ള ഒരു സ്പ്രെഡാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. ചിലർക്ക് ഈ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതൊരു മറ്റൊരു റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അത്
നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾക്ക് കിട്ടണം തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റിമൂവ് ആയി പോകണം. അതൊക്കെയാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി റിമൂവൽ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോട് വലിയൊരു അട്രാക്ഷനോ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. അവരത് മെയിൻറ്റെയിൻ ചെയ്യാൻ നടക്കുന്നു എന്നുള്ളത് മാത്രമാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ശ്രദ്ധയും മറ്റൊരു കാര്യത്തിലേക്ക് ഡൈവേർട്ടായി പോകാനാണ് ഇവിടെ നിങ്ങളും ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.